പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ആദ്യത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റ് സാധ്യത കൂടുതലുള്ള ഒരു മത്സരം ഒരു 8-man ടാഗ് ടീം മത്സരമാണ്. ദ മിസും ഫൈനൽ ടാസ്റ്റ്മെൻ എന്ന് പറയുന്ന ഫാക്ഷനും ടീമായിക്കൊണ്ട് വൈറ്റ് 6-ലെ 4 മെമ്പേഴ്സിനെ നേരിടുന്ന ഒരു 8-man ടാഗ് ടീം മത്സരം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതായിരിക്കും മിക്കവാറും മെയിൻ ഇവൻറ്റ്. അതുപോലെ തന്നെ റിയ റിപ്ലി വേഴ്സസ് റെഗൽ റോഡ്രിഗസ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരവും അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ നിലവിൽ റോ എപ്പിസോഡിൽ ആരംഭിച്ചിട്ടുള്ള ഇന്റർ കോണ്ടിനെൻ്റൽ വുമൻസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ആദ്യ റൗണ്ടിലെ രണ്ടാമത്തെ മത്സരം അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റുമുട്ടുന്നത് ഐവി നൈൽ വേഴ്സസ് സെലീന വെഗ വേഴ്സസ് ലൈറ വാൽക്കീരിയ തുടങ്ങിയവരാണ്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഈ വുമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ മത്സരത്തിൽ കാണാൻ സാധിച്ചത് ഷൈന ബേസ്ലർ വേഴ്സസ് ഡക്കോട്ട കായ് വേഴ്സസ് കനഡ ചാൻസ് തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. മത്സരത്തിൽ വിജയിച്ചത് ഡക്കോട്ട കായ് ആയിരുന്നു. ഷൈന ബേസ്ലർ വിജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഡക്കോട്ട കായ് എന്ന് പറയുന്ന റെസ്ലറിനെ വിജയിപ്പിക്കുന്ന ഒരു മൊമെൻ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരം കുഴപ്പമില്ലാത്ത ഒരു മിഡ് ലെവലിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു മത്സരമായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഡക്കോട്ട കായ് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. കൂടാതെ അടുത്ത റോ എപ്പിസോഡിൽ ഫിൻ ബാലർ, JD മെക്ഡൊണാൾഡ് തുടങ്ങിയവരുടെ കൈവശമുള്ള WWE വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് അതിനുള്ള ഒരു മത്സരം ഉണ്ടായിരിക്കുമെന്നുള്ളതിൻ്റെ സൂചനകളും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെ ആദം പിയേഴ്സ് ഫിൻ ബാലറിനോട് സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE അടുത്ത സ്പെഷ്യൽ ഇവൻ്റായ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മാച്ച് കാർഡുകളെ സംബന്ധിച്ചാണ്. നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിഗ് മോർഗൻ, നമ്പർ 1 കണ്ടൻഡറായ ഇയോ സ്കൈക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തർ ഫിൻ ബാലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഫിൻ ബാലർ വേൾഡ് ടൈറ്റിൽ മത്സരം ഗുന്തറിനോട് ചോദിക്കുന്നതായി കാണാൻ സാധിച്ചു. എന്നാൽ ഡൊമിനിക് മെയ്സ്റ്റീരിയോയ്ക്ക് ഒരു മാച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫിൻ ബാലറിനെ ഗുന്തർ കളിയാക്കി. പിന്നീട് വന്ന ഗുന്തർ വേഴ്സസ് ഡൊമിനിക് മെയ്സ്റ്റീരിയോ തമ്മിലുള്ള നോൺ ടൈറ്റിൽ മത്സരത്തിൽ ഡൊമിനിക് മെയ്സ്റ്റീരിയോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗുന്തർ വിജയിച്ച ഉടനെ തന്നെ ഫിൻ ബാലർ വന്നിട്ട് ഗുന്തറിനെ ആക്രമിക്കുന്നു. ആ ഒരു ആക്രമണമാണ് പിന്നീട് ഒരു വേൾഡ് ടൈറ്റിൽ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലേക്ക് ഫിൻ ബാലറിനെ കിട്ടുന്ന രീതിയിലേക്കും നയിച്ചത്. മൂന്നാമത്തെ അപ്ഡേറ്റ് ന്യൂ ഡേ എന്ന് പറയുന്ന ടീമിൻ്റെ സ്പ്ലിറ്റിനെ സംബന്ധിച്ചാണ്. നമ്മൾ എല്ലാവരും ഇന്നത്തെ റോ എപ്പിസോഡിൽ ആവേശത്തോടു കൂടി കാത്തിരുന്നത് ഒന്നെങ്കിൽ കോഫി കിങ്സ്റ്റൻ്റെയോ അല്ലെങ്കിൽ സാവിയർ വുഡ്സിൻ്റെയോ ഒരു ഹീൽ ടേൺ കാണാൻ സാധിക്കുമെന്നാണ്. സാവിയർ വുഡ്സിൻ്റെ ഹീൽ ടേൺ ആയിരിക്കും മിക്കവരും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. അതുതന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും എല്ലാ സാധ്യതകൾ എങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചുവോ അതെല്ലാം തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു വമ്പൻ ട്വിസ്റ്റാണ് നമുക്ക് റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. ന്യൂ ഡേയുടെ 10ാം വാർഷികം ആഘോഷിക്കപ്പെടുന്ന റോ എപ്പിസോഡിൽ ബിഗിയെ ഉൾക്കൊള്ളിക്കാതെ ആ ഒരു സെഗ്മെൻറ്റ് നടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബിഗിയുടെ വരവ് സർപ്രൈസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും ബിഗിയുടെ ആ ഒരു വരവ്, അതിനുശേഷം നടന്ന ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു പ്രൊമോ സെഗ്മെൻറ്റ്, അത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞാനൊന്നും ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കോഫി കിങ്സ്റ്റനും സാവിയർ വുഡ്സും തമ്മിൽ അടിച്ചു പിരിയുന്നു, അതിൻ്റെ ഇടയിലേക്ക് ബിഗി വരുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബിഗി വന്നിട്ട് ബിഗി മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ഓപ്ഷൻ, അദ്ദേഹം മെഡിക്കലി ക്ലിയർ ആകുന്നത് വരെ ഫുൾ ടൈമായി ന്യൂ ഡേ ടീമിൻ്റെ മാനേജറായിട്ട് നിൽക്കാമെന്നുള്ളതാണ്, ഇവരുടെ കൂടെ നിൽക്കാമെന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്ന ഓപ്ഷൻ. കോഫിയും സാവിയറും അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ടീം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതം മൂലമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ സാവിയർ വുഡ്സും കോഫി കിങ്സ്റ്റനും പിന്നീട് പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ നെഞ്ചിൽ കൊണ്ടത്. ബിഗിയുടെ നെഞ്ചിലേക്ക് അത് ആഞ്ഞടിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് നിന്നെ ആവശ്യമുള്ളപ്പോൾ നീ എവിടെയായിരുന്നു? നിൻ്റെ പുതിയൊരു ജോലിയും നിൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടിനെയും കിട്ടിയപ്പോൾ ഞങ്ങളെ മറന്നു എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. നീ ഞങ്ങളെ വിട്ടുപോയതാണ്, നിൻ്റെ കഴുത്തിന് ഇഞ്ചുറി പറ്റിയെന്ന് നീ പറയുന്നുണ്ട്, പക്ഷേ നീയാണ് ഞങ്ങളെ വിട്ടുപോയത്. ഇഞ്ചുറി പറ്റിയ കുറേയധികം ഹോൾ ഓഫ് ഫെയിമേഴ്സിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അവരൊക്കെ തിരികെ വന്നില്ല, പിന്നെ നിനക്ക് തിരികെ വന്നാൽ എന്താണ് എന്നുള്ളതും സാവിയർ വുഡ്സും കോഫി കിങ്സ്റ്റനും ബിഗിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി പറയാൻ പറ്റാതെ ബിഗി അവിടെ നിൽക്കുന്നു. അവസാനം ബിഗി പറയുന്നുണ്ട് നമുക്ക് ഒന്ന് ഹഗ് ചെയ്തിട്ട് ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്നുള്ളത്. പക്ഷേ വേണ്ട, അതൊന്നും ഇനി നടക്കില്ല, നീ ഈ ഇറങ്ങി പോകണം എന്നുള്ളതാണ് ബിഗിയോട് സാവിയർ വുഡ്സ് പറയുന്നത്. ബിഗി മനസ്സോടുകൂടി ആ ഒരു റിങ് വിട്ട് പോകുന്ന രംഗമൊക്കെ വളരെ ഇമോഷണൽ ആയിരുന്നു. നമ്മൾ ഒട്ടും ഇത്തരത്തിലുള്ള വാചകം ഈ ന്യൂ ഡേ ടീം അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന്
കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു ഫൈറ്റാണ് അവിടെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ഇമോഷണലായി നമ്മുടെ മനസ്സിലേക്ക് അത് തറയ്ക്കില്ല. എന്തായാലും ന്യൂ ഡേ എന്ന് പറയുന്ന ടീം മുന്നോട്ട് പോകും. അവർ ഇപ്പോൾ ഹീൽ ടേൺ ആണ്. അതായത് ന്യൂ ഡേ ടീമിലെ കോഫിയും സേവറി വേർഡ്സും ഹീലായിരിക്കുന്നു. ബിഗിയെ ആ ഒരു ടീമിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിലൂടെ അവർ തുറന്നിട്ടിരിക്കുന്നത് ബിഗി എന്തെങ്കിലും മെഡിക്കലി ക്ലിയർ ആയാൽ ബിഗിയുടെ തിരിച്ചറിവ് കോഫിയോ സേവറി വേർഡ്സോ തുടങ്ങിയവർക്കെതിരെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയും ഒരു സാധ്യതയും തുറന്നിട്ടിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും പൂർണ്ണമായ ഹീലായിട്ടുള്ള സേവറി വേർഡ്സിൻ്റെയും കോഫി കിങ്സ്റ്റൻ്റെയും ടാഗ് ടീം മത്സരങ്ങളും സ്റ്റോറിയും അടുത്ത റോ എപ്പിസോഡിലൂടെ അവർ ആരംഭിക്കും. നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. CM പങ്ക് അദ്ദേഹം വന്നിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്നുള്ളത് പറയുകയുണ്ടായി. അതായത് റോയൽ റംബിൾ വിജയിച്ച് ഒരു റെസ്ലർ റസൽമേനിയയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ CM പങ്ക് ആ ടേൺബക്കളുടെ മുകളിൽ കയറിക്കൊണ്ട് ആ സൈനിനെ ചൂണ്ടിക്കാണിക്കുന്നു. ആ സൈൻ റസൽമേനിയയുടെ ലോഗോയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ CM പങ്ക് അദ്ദേഹത്തിൻ്റെ വിഷൻ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും അത് കാണാൻ സാധിക്കില്ല. ഞാൻ എൻ്റെ വിഷൻ, എൻ്റെ നെക്സ്റ്റ് ലക്ഷ്യം എന്ത് എന്നുള്ളത് താൻ കാണുന്നുണ്ട്. അതായത് റോയൽ റംബിളോ അല്ലെങ്കിൽ എലിമിനേഷൻ ചേംബറോ വിജയിച്ച് റസൽമേനിയയിലെ മെയിൻ ഇവൻറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ് CM പങ്ക് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ അവിടേക്ക് അപ്രതീക്ഷിതമായി സെത്തിൻ്റെ ഒരു വരവും സെത്ത് വന്നിട്ട് CM പങ്കിനെ പ്രകോപിപ്പിക്കുന്നതും ഫൈറ്റ് ചെയ്ത് നമുക്ക് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ഒരു തീരുമാനമാക്കാം എന്നുള്ളതും പിന്നീട് ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റും അവിടേക്ക് ഇരുവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി സാമിയും ജെ ഊസോയും വരുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സാമി സെത്തിനെ പിടിച്ചു നിൽക്കുന്നു. ജെ ഊസോ CM പങ്കിനെ പിടിച്ചു മാറ്റി ആ റിങ്ങിൻ്റെ പുറത്തേക്കാക്കുന്നു. പിന്നീട് ജെ CM പങ്കിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് സെത്ത് മൈക്കിൽ പറയുന്നുണ്ട്, നീ നിൻ്റെ റോമൻ്റെ പോലെ തന്നെ ഇവനെയും കണ്ടോ, നീ അവൻ്റെ പിറകെ പോയിക്കോ എന്നൊക്കെ. അപ്പോൾ സാമി പറയുന്നുണ്ട്, സെത്ത് നീ അങ്ങനെ ജെയോട് പറയാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം എന്നുള്ളതാണ് സെത്ത് തിരികെ ചോദിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് വലിയൊരു ഹിസ്റ്ററിയാണ് സെത്തും സാമിയും കൂടി ആ ഒരു പ്രൊമോ ബാറ്റിലിൽ നടത്തുന്നത്. അതായത് സാമി ജെയിനോട് റോമൻ റിയൻസ് ചെയ്ത ക്രൂരതകളെ സംബന്ധിച്ച് സെത്ത് പറയുന്നുണ്ട്. റോമൻ റിയൻസിനെ ക്രൂരനാക്കിയത് എങ്ങനെയാണെന്നുള്ളതും സാമി സെത്തിനെ ഓർമ്മിപ്പിക്കുന്നു. നീ ചെയർ കൊണ്ട് ആക്രമിച്ചിട്ടാണ് ഇപ്പോൾ കാണുന്ന ക്രൂരനായ റോമൻ റിയൻസിൻ്റെ ആ ഒരു തുടക്കം, അല്ലെങ്കിൽ റോമൻ റിയൻസ് അങ്ങനെ ആവുന്നത് നീ കാരണമാണ് എന്നുള്ളതും സെത്തിനോട് സാമി പറയുന്നുണ്ട്. അങ്ങനെ ഇരുവരും തമ്മിലുള്ള ഈ ഇമോഷണലും ഹിസ്റ്ററിയും പറഞ്ഞു പോകുന്ന ഒരു പ്രൊമോ ബാറ്റിൽ അവസാനം മെയിൻ ഇവൻറ്റിലെ സിംഗിൾസ് മത്സരത്തിലേക്ക് എത്തുന്നു. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ സെത്ത് വേഴ്സസ് പങ്ക് ആ സ്റ്റോറി ഇവർ കൃത്യമായി ഇന്നത്തെ റോയിലൂടെ ആരംഭിച്ചിരിക്കുന്നു. മത്സരം നമുക്ക് റസൽമേനിയയിൽ തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. സെത്ത് വേഴ്സസ് പങ്ക് തമ്മിലുള്ള ആ ഒരു സ്റ്റോറി അവർ വലിയൊരു ഫൈറ്റോട് കൂടി ആരംഭിച്ചിരിക്കുന്നത് റോ എപ്പിസോഡിൻ്റെ വ്യൂവർഷിപ്പ് ഉയർത്താൻ കാരണമായേക്കും. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ സെത്ത് റോളിൻസ് സാമി ജെയിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ അതികിടിലമെന്ന് പറയാൻ പറ്റുന്ന ഒരു മത്സരമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സാമി സ്റ്റീൽ ചെയർ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആക്രമിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ സ്കൂൾ ബോയ് പിൻഫോളിലൂടെയാണ് സെത്ത് സാമിയെ പരാജയപ്പെടുത്തുന്നത്. പിന്നീട് നിരാശപ്പെട്ട് നിൽക്കുന്ന സാമി ജെയിൻ പെട്ടെന്ന് തിരിയുന്ന സമയത്ത് ഡ്രൂ മാക്കിൻഡയറിൻ്റെ ക്ലൈമോർ കിക്കാണ് പിന്നീട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഡ്രൂ മാക്കിൻഡയർ ഒരു മാസത്തിന് ശേഷം WWE റോ എപ്പിസോഡിലേക്ക് തിരികെ വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രൂട്ടലായിട്ടുള്ള ഹെൽ ഇൻ എ സെൽ മത്സരത്തിന് ശേഷമുള്ള പരിക്കുകളൊക്കെ മാറിയിട്ടാണ് ഡ്രൂ മാക്കിൻഡയർ തിരികെ വന്നിരിക്കുന്നത്. ഡ്രൂ മാക്കിൻഡയർ വന്നിട്ട് സാമിയെ ആക്രമിക്കാനുള്ള കാരണം എന്തായിരിക്കും? അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. രണ്ടും ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗം തന്നെയാണ്. ഒന്ന്, CM പങ്കിൻ്റെ കൂടെ സാമി നിൽക്കുന്നു. CM പങ്ക് ഇപ്പോൾ ഡ്രൂവിൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവായിരുന്നു. അപ്പോൾ പങ്കുമായി കോർപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന താരത്തിനെതിരെയുള്ള ഒരു ആക്രമണം ഡ്രൂ മാക്കിൻഡയർ നടത്തുന്നു. പങ്കിനെ കൂടുതൽ മെയിൻ സ്ട്രീം അറ്റൻഷൻ കിട്ടുന്നു എന്നുള്ള ഒരു ഈഗോയും സാമിയെ ആക്രമിക്കുന്ന പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തേത് ബ്ലഡിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിസിനസ് അൺഫിനിഷ്ഡ് ആണ്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഡ്രൂ മാക്കിൻഡയർ വന്നു. അതായത് OG ബ്ലഡിനെതിരെയുള്ള സ്റ്റോറി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൂ മാക്കിൻഡയർ വന്നു. ഇപ്പോൾ OG ബ്ലഡിലെ അംഗങ്ങളായിട്ട് നിൽക്കുന്ന സാമി ജെയിനെ ഡ്രൂ മാക്കിൻഡയർ ആക്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ജെ ഊസോയെ ആക്രമിക്കുന്നതായി അത് ആരാണെന്ന് അവർ വെളിപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ആക്രമിക്കപ്പെടുന്നതായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അത് മിക്കവാറും ഡ്രൂ തന്നെയായിരിക്കും. എന്തായാലും ജെ ഊസോയ്ക്ക് അത് ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഡ്രൂ മാക്കിൻഡയർ റോയിൽ ധരിച്ചു വന്ന ഒരു വസ്ത്രം അത് ഡ്രൂ മാക്കിൻഡയർ ആയിരിക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്. അപ്പോൾ ഡ്രൂ മാക്കിൻഡയർ ജെ ഊസോയെ ആക്രമിക്കുന്നതിലൂടെ കാര്യം വ്യക്തമാണ്. ഒന്നെങ്കിൽ CM പങ്കിൻ്റെ കൂടെ നിൽക്കുന്നവരെ ആക്രമിക്കുക, CM പങ്കുമായി കോർപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നവരെ ആക്രമിക്കുക, അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ അംഗങ്ങളെ ആക്രമിക്കുക. ഈ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഡ്രൂ മാക്കിൻഡയർ തിരികെ വന്നിരിക്കുന്നത്. ജെ ഊസോയെ
ഇപ്പോഴത്തെ പുതിയ സോളസിക്കോവയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ആക്രമിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും അങ്ങനെ ഒരു സ്റ്റോറി അവർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകില്ല എന്ന് വിചാരിക്കാം. എന്തായാലും ഡ്രൂവിൻ്റെ തിരിച്ചുവരവ് സ്റ്റോറി ലൈൻ്റെ ഇടയിലേക്ക് തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.